മീഡിയ വണ്ണായതുകൊണ്ടാണ്. കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയതലത്തിലുള്ള വക്താവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കേസെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം. അത് ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് എതിർക്കണം. ജമാഅത്ത് ആശയത്തെ ആശയം കൊണ്ട് തന്നെ എതിർക്കണം. എല്ലാം നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിയും വേണ്ട. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് AK ബാലൻ പ്രസ്താവന നടത്തി. LDF കണ്ണൂർ പറഞ്ഞത് പാർട്ടിക്കും മുന്നണിക്കും അങ്ങനെ അഭിപ്രായമില്ല. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിനെ വെറുതെ കുറെ അഭിപ്രായം പറയേണ്ട കാര്യം. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ? അതിന് എന്നെ കിട്ടൂല. അതാ പറഞ്ഞ മറ്റ മലയാളം വർത്താനം പറഞ്ഞോണ്ടിരിക്കും. തള്ളൂല. എന്തിനാളുന്നു? അയാളെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? അഭിപ്രായം പറഞ്ഞു. രണ്ടല്ല ഒന്നാണ്. കാരണം അയാളെ അഭിപ്രായം പറഞ്ഞു, പാർട്ടിന്റെ അഭിപ്രായം പറഞ്ഞു. അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായം അല്ല ഉള്ളത്. അതാ കാര്യം. ജമാഅത്ത് ഇസ്ലാമിനെ പറ്റുന്നൊന്നും ചോദിക്കാണ്ടില്ല. ആണ് മതരാഷ്ട്രം മാത്രമല്ല, ലോകത്താകെ ലോകം ഉണ്ടാവണം എന്നാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാട് UDFന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. ചെറിയ പ്രശ്നം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിന് ഒരു സ്വാധീനമൊന്നുമില്ല. ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനമില്ല. ആശയം അതെ, തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലായില്ലേ? അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. തെറ്റിദ്ധാരണയല്ലേ, പൂർണ്ണധാരണയല്ലല്ലോ. ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും. ജനങ്ങൾ മാറും. ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ ബാംഗ്ലൂരിലെ മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ പോയത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിന്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്നതല്ലേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് 40% വോട്ട് കിട്ടിയത്. കൂടുതൽ പോയിട്ടൊന്നുമില്ല, അത് വെറുതെ പറഞ്ഞാണ്. കൂടുതൽ പോയി എന്ന് പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞു. 40% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 39.97% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല, ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും. 110 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തും.